സനാതനധർമ്മം പ്രകൃതിദത്തമാണ്, സ്വയംഭൂവാണെന്ന് മൂലസ്തംഭ പുരാണങ്ങളിലൂടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇങ്ങനെ സ്വയംഭൂവായ സനാതനധർമ്മത്തെ മനുഷ്യനിർമ്മിതമായ ജാതി മതവുമായി ബന്ധിപ്പിക്കപ്പെടുന്ന കാര്യം ചെയ്യുന്നത് പുനർചിന്തിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത് എന്നാണ് അർത്ഥം. സനാതനം ഒരിക്കലും നശിക്കാത്തത്. നശിക്കാത്തതൊക്കെ ജനിക്കാത്തതും ആവണം. കാരണം ജനിച്ചതൊക്കെ നശിക്കും, ഉണ്ടായതൊക്കെ മരിക്കും. അതുകൊണ്ട് സനാതനം എന്ന് പറഞ്ഞാൽ ഉണ്ടാവാത്ത, നശിക്കാത്തതാണ്. എല്ലാ ഉണ്ടാവലുകൾക്കും നശിക്കലുകൾക്കും ആസ്പദമായ അധിഷ്ഠാനമാണ്. ആ ധർമ്മത്തെ മുൻനിർത്തുക, ആ ധർമ്മത്തെ തിരിച്ചറിയുക. ധർമ്മം പ്രപഞ്ച താളമാണെന്നറിയുക. ആവർത്തിച്ച് പറയട്ടെ, ധർമ്മം പ്രപഞ്ച താളമാണെന്നറിയുക. അനേന ധാര്യത്തെ സർവം ഇതി ധർമ്മ. എന്തിനാലാണോ എല്ലാം ധരിക്കപ്പെടുന്നത്, അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെ എല്ലാം ധരിക്കപ്പെടുന്നത് എന്തിനാലാണോ അതാണ് ധർമ്മം. അത് പ്രപഞ്ച താളമാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസൃതമായി എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയും. എല്ലാത്തിനെയും. ശാസ്ത്രമാണോ, സാങ്കേതിക വിദ്യയാണോ, സാമൂഹിക ഘടനകളാണോ, എല്ലാത്തിനെയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും.